ഹായ് എവരിവൺ. ഷിംജിത്ത, എന്താണ് ഷിംജിത്ത? നിന്നെ കല്യാണം കഴിപ്പിച്ചല്ല ജയിലിലേക്ക് വിട്ടത്. ഷിംജിത്ത പറയുകയാണ്, ഇപ്പോൾ കൂടെ മുസ്തഫ ഉണ്ടായിരുന്നെങ്കിലോ, ഒറ്റയ്ക്ക് ബോറടിക്കുന്ന ജയിലിൽ എൻ്റെ കൂടെ മുസ്തഫ വേണമെന്ന് ഷിംജിത്ത പറയുകയാണ്. ഒരു കാര്യം പറയുകയാണ്, വിഷയത്തിലേക്ക് അടക്കം ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കാണണം. അതായത് ദീപകിൻ്റെ കേസിൽ വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ആണ്. അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കാണണം. ഒരു തുള്ളി പച്ചവെള്ളം പോലും ഷിംജിത്ത കുടിക്കുന്നില്ല. അതായത് ജയിൽ ഭക്ഷണം ഒരിത്തിരി പോലും കഴിക്കുന്നില്ല. അതിൻ്റെ രണ്ട് കാരണമാണ് ഷിംജിത്ത പറയുന്നത്. ഒന്നാമത്തെ കാരണം, ഇങ്ങനെയുള്ള ഭക്ഷണം അവൾ ഇതിനു മുമ്പ് കഴിച്ചില്ലത്രേ. അവൾക്ക് വേണ്ടത് ബിരിയാണി, ബീഫ്, മട്ടന്, ചിക്കന്, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. VIP അല്ലേ, ദുബായിലല്ലേ ഫുൾ ടൈം. ദുബായിൽ മറ്റേ അടുത്ത പണിയല്ലേ ഇവൾക്ക്. എൻ്റെ ഒന്നും കൂടി ഞാൻ വായിൽ തുറപ്പിക്കുന്നില്ല. ജയിലിൽ സാറുമാരോട് ഈ വൃത്തികെട്ട പണ്ടാരം പറയുകയാണത്രേ. അതായത് സാറേ, ഇതൊക്കെ ഞാൻ ഇതൊക്കെയാണോ കഴിക്കേണ്ടത്? ഞാൻ അതിജീവിതയല്ലേ, എനിക്ക് നല്ല നല്ല ഭക്ഷണമല്ലേ വേണ്ടത്, ഞാനൊരു ആരോപണമാണ്, ഞാൻ അതിജീവിതയാണെന്ന് പറയുകയാണ് വൃത്തികെട്ടവൾ. രണ്ടാമത് ഈ വൃത്തികെട്ട ജന്തു പറയുന്ന കാരണം, അതായത് കരയുകയാണ്, കള്ളക്കരച്ചിലാണ്. എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ദീപകിനെ ഓർമ്മ വരുന്നു, ദീപകിനെ സ്വപ്നം കാണുന്നുണ്ട് എന്ന്. ഇങ്ങനെ പറയാനുള്ള കാരണം, ഇവൾ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് തെളിയുകയാണ്. ഇവളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ 7 വീഡിയോ ആണ് ഇവൾ ഷൂട്ട് ചെയ്തത്. ഓക്കെ, 1 3 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ്, 4 മിനിറ്റ്, ഇങ്ങനെ ദൈർഘ്യമുള്ള മൊത്തത്തിൽ 7 വീഡിയോ ആണ്. ആ 7 വീഡിയോ ഇൻഷോട്ട് ആപ്പിലേക്ക് കയറ്റി നോക്കൂ നിങ്ങൾ. മൊത്തത്തിൽ 11 മിനിറ്റും 50 സെക്കൻഡും ദൈർഘ്യമാണ് ഈ 7 വീഡിയോ ഉള്ളത്. ഓക്കെ, കുറച്ചായിട്ട് 11 മിനിറ്റ് 50 സെക്കൻഡ് അങ്ങനെയുള്ള വീഡിയോ ഇവൾ എഡിറ്റ് ചെയ്ത് വെറും 17 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആക്കി മാറ്റുകയാണ്. എങ്ങനെയാവും? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 11 മിനിറ്റിൻ്റെ വീഡിയോ. അതിനെ എഡിറ്റ് ചെയ്ത് മുക്കും മൂലയും എല്ലാം കഷ്ണം ചെയ്ത് ഒരു 20 സെക്കൻഡ് ആക്കിയാൽ എങ്ങനെയുണ്ടാവും? അത് പോലീസിന് അറിഞ്ഞപ്പോൾ ഷിംജിത്ത കുടുങ്ങുകയാണ്. അപ്പോൾ ഷിംജിത്ത പറയുകയാണ്, സാറേ, എനിക്കൊരു തെറ്റ് പറ്റി സാറേ, എന്നോട് പൊറുക്കു സാറേ, എനിക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം തരണം സാറേ, എനിക്ക് ഇതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഭ്രാന്താവുന്നു, എനിക്ക് മുസ്തഫയെ ഓർമ്മയാവുന്നു സാറേ എന്ന്. മുസ്തഫയും ഇവളും ഡിവോഴ്സാണ്, പക്ഷേ ഇവളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. രണ്ടുപേരും സത്യത്തിൽ പിരിഞ്ഞിട്ടില്ല. മുസ്തഫ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇവളെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് അങ്ങനെയുള്ള ഒരു പകുതി ഡിവോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവൾക്ക് മുസ്തഫയെ വേണം, നേരത്തെ മുസ്തഫയെ വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത്. ഇവ പറയുവാണത്ര ജയിലിൽ എനിക്ക് മുസ്തഫയെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഞെട്ടിക്കുന്നൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ആദ്യം വെച്ച് തരാം. നോക്കൂ നിങ്ങൾ. ഇവരെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇന്ന് ഉച്ചയോടെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണിവർ. വൃത്തികെട്ട സ്ത്രീയായ ശ്രീലക്ഷ്മി അറക്കലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഓക്കെ, ദീപകിൻ്റെ മൃതദേഹത്തെ, അതായത് മരിച്ചുപോയ ആ ഒരു ബോഡിയെ കളിയാക്കിയ സ്ത്രീയാണ് ശ്രീലക്ഷ്മി അറക്കൽ. ഓക്കെ, അതായത് ദീപകിൻ്റെ ഭാഗം തെറ്റാണ്, ഈ പറയുന്ന ഷിംജിത്തയാണ് ശരിയെന്ന് പറഞ്ഞ വൃത്തികെട്ടവളാണ് ആ ശ്രീലക്ഷ്മി അറക്കൽ. ഓക്കെ, ആ പണ്ടാരത്തിനെതിരെ ഈ ഒരു സ്ത്രീ, ഈ നന്മയേറിയ സ്ത്രീ ഒരു വീഡിയോ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ആ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും കാണണം. വലിയ വിവാദമാണ്. ഈ യുവതിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് ശ്രീലക്ഷ്മിയെ അടിക്കുമെന്നൊക്കെയാണ് ഈ യുവതി പറഞ്ഞത്. അത് വലിയ വിവാദമാണ്. ശ്രീലക്ഷ്മി ഈ യുവതിക്കെതിരെ കേസിനും കാര്യത്തിനൊക്കെ പോയിട്ടുണ്ട്. എന്താണ് യുവതി പറഞ്ഞത്? നിങ്ങൾ അത് ആദ്യം കേൾക്കണം, അതിനുശേഷം നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. ഓക്കെ, നിനക്ക് ഏതോനാ ഈ പേരിട്ടിനി? ഏത് തന്തക്ക് പറക്കാത്തവനാ നിനക്ക് ഈ പേരിട്ടെ? ശ്രീലക്ഷ്മി അറക്കൽ. നിനക്ക് ഉളുപ്പുണ്ടാ? 24 ന്യൂസിൽ വന്നിട്ട് ചിലക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പും മാനുണ്ടാ? നീ എന്തറിഞ്ഞിട്ടാ ചിലക്കുന്നത്? മറ്റേ തുള്ളിച്ചിക്ക് വേണ്ടിയിട്ട് തുള്ളിച്ച് മുല കാണിച്ച് മുട്ടിയിട്ട് ഓനെ കൊല്ലുകയും ചെയ്ത്. എന്നിട്ട് നിന്നെപ്പോലെ തന്നെ ഓളൂ, ഒരേ പോലെ തന്നെ. പിന്നെ ഇനി നാളെ പിറ്റേന്ന് പറയുമോ അവൾ അങ്ങനെ പറഞ്ഞു, ഇവൾ ഇങ്ങനെ പറഞ്ഞു. ഇനി എൻ്റെ സ്ഥലം ഓർത്ത് വെച്ചാൽ എൻ്റെ വീട് ഇരിട്ടിയാന്ന്, കണ്ണൂരാന്ന് സ്ഥലം. ഇനി എൻ്റെ പേരിൽ കേസ് കൊടുത്താലും വേണ്ടില്ല. ഇതിനു വേണ്ടിയിട്ട് കേസ് കൊടുത്താൽ എനിക്ക് ഒരു പേടിയുമില്ല. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടാവും. ആ ഒരു അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നാലേ ഇനി എന്താക്കൂ? ഇനി അപ്പാടങ്ങ് പറയുവോ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുവോ? ഉളുപ്പ് വേണേ ലേശോ, ഉളുപ്പ് മാനുണ്ടെങ്കിൽ ഇനി വന്ന് കുത്തിരുന്ന് 24 ന്യൂസിൽ വന്നിട്ട് ഇങ്ങനെ ചിലക്കാൻ നോക്കൂല. മനസ്സിലായാ? ഒരു അമ്മേന്റെ വേദന ഇനി മനസ്സിലാക്കണം എന്തെന്നാന്നുള്ളത്. മനസ്സിലായില്ലേ? അയാൾ മരിച്ചുപോയി. അയാൾ ഒരു തെറ്റും ചെയ്യാതെ ഒരു പെണ്ണ് കാരണം അയാൾ മരിച്ചു. എന്നിട്ട് മറ്റോളെ സപ്പോർട്ട് ചെയ്യുന്ന സിഞ്ചിത മുസ്തഫ, എന്തെന്നേനും ഓളെ പേര്, ഓക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നോള്. ഇനി മേലാൾക്ക് ഇനി ഇതുപോലെ വന്നിട്ട് ചലച്ചിട്ടുണ്ടെങ്കിൽ ആടെ വന്നിട്ട് നിന്നെ ചെരുപ്പ് ഞാൻ ഊരി ഇങ്ങനെ മോത്തിക്ക് അടിക്കും. ഞാൻ ഉറപ്പായ കാര്യം. അടിക്കുന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. ഇനി എന്ത് കേസ് വന്നാലും ജയിലിൽ പോയാലും വേണ്ടിയില്ല. ഇനി വന്ന് ചലച്ചിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ?
ഇത് റീച്ചിന് വേണ്ടിയിട്ടല്ലാന്ന് മനസ്സിലാക്കിക്കോ. നിന്നെ പോലെയല്ല ഞാൻ പാട്ട് പാടിയോ അഭിനയിച്ചല്ല ഞാൻ റീച്ച് നേടുന്നത്. ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ഇടുക, അല്ലാത്തവർ ഇടണ്ട, അത്രയേ ഉള്ളൂ. അല്ല നിന്നെ പോലെ ഇങ്ങനെ ലിഫ്റ്റിക്കും തേച്ച് ഇങ്ങനെ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ പരിപാടി നമുക്കില്ല. മനസ്സിലായില്ലേ? വെച്ച് പോണേയുള്ള നേരത്തിന് ഇനി മേലാൾക്ക് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേ. എന്താണ് ബ്രോ ഈ വീഡിയോക്കുള്ള പ്രശ്നം? ഇത് പ്രശ്നമാണ് മക്കളെ. അതായത് ഈ സ്ത്രീ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആരും കാണലില്ല, ചെറിയ ഫോളോവേഴ്സ് ഉള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ഇങ്ങനെ ഇട്ട വീഡിയോ നിമിഷ നേരം വൈറലാവുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഇത് 508 ലൈക്കാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ. അതായത് ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് അരമണിക്കൂറിൻ്റെ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വൈറലാവുകയാണ്, ഭയങ്കര ഷെയർ ആവുകയാണ്. ഇതിൽ ശ്രീലക്ഷ്മി അടിക്കും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ശ്രീലക്ഷ്മിക്ക് പിടിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ശ്രീലക്ഷ്മി ഇതിനെതിരെ നാളെ തന്നെ കേസിന് പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം പറയുകയാണ്, ഞാൻ ഈ വിഷയത്തിൽ ഈ സ്ത്രീക്കൊപ്പമാണ്. ശ്രീലക്ഷ്മി എന്ന അറക്കൽ, അവളെ അറുത്താരെങ്കിലും കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. നോക്കൂ നിങ്ങൾ, ദീപക് എന്ന മനുഷ്യന്, അതായത് ഒരു രാത്രി മുഴുവനും കരഞ്ഞ് ആ മനുഷ്യന്, പാവപ്പെട്ട മനുഷ്യന് ഞാൻ എന്ത് ചെയ്യും ദൈവമേ, അതായത് ചങ്ക് പൊട്ടി കരഞ്ഞ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ പച്ചക്കുള്ള നമ്മൾ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നുണ്ട്, വേറെ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? വിധിയില്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമ്മൾ അങ്ങനെ മരിക്കുന്നത്, നമുക്കതിനെ അങ്ങനെ വെക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പച്ചയായ മനുഷ്യന്മാർ നമ്മൾ ജീവൻ എടുക്കണമെങ്കിൽ എന്തായിട്ടുണ്ടോ നമ്മുടെ അവസ്ഥ? അതായത് അങ്ങനെ ഒരു ജീവിതത്തിൽ പോലും ആ മനുഷ്യന് പാവം ബസ്സിലേക്ക് കയറുമ്പോൾ ഞാൻ എൻ്റെ ജീവൻ നാളെ എടുക്കുമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയുള്ളൊരു പച്ചയായ മനുഷ്യൻ ജീവൻ എടുക്കുകയാണെങ്കിൽ എന്തുമാത്രം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുമാത്രം മാനസികമായിട്ട് അദ്ദേഹത്തിന് വിഷമമുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നത് എല്ലാവർക്കും, ഈ സ്ത്രീക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കും. ഓക്കെ, ഈ സ്ത്രീ വലിയ പൈസയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അവരോട് ഞാനൊരു കാര്യം പറയുകയാണ്, ശ്രീലക്ഷ്മി എന്ന വൃത്തികെട്ടവൾ കേസിന് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഓക്കെ, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ശ്രീലക്ഷ്മി എന്ന വൃത്തികെട്ട ജന്തു ഇപ്പം മാത്രമല്ല ജന്തു ആയത്, മുമ്പും ജന്തു തന്നെയാണ്. ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം. ഓക്കെ, വുമൻസ് കമ്മീഷൻ ഉണ്ട്, അതുപോലെ മെൻസ് കമ്മീഷന്റെ ആവശ്യകത ഉണ്ടോ? വുമൻസ് കമ്മീഷൻ കോമഡിയാണ്. കുറച്ച് പാർട്ടിക്കാരെ പിടിച്ച് ജോലിക്ക് കൊടുക്കാനും, അല്ലാതെ ഇവിടുത്തെ വുമൻസ് കമ്മീഷൻ വെച്ചിട്ട് എന്ത് നീതിയാണ് കിട്ടുന്നത്? അപ്പം പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? പുരുഷന്മാരുടെ വെൽബീയിങ്ങിന് വേണ്ടിയുള്ള കമ്മീഷനാണ്. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പീഡകർക്ക് വേണ്ടിയുള്ള യൂണിയൻ ആയിട്ടാണ് ഈ രാഹുൽ ഈശ്വറും ഇവരുടെ ടീമും അവന്മാരൊക്കെ കൂടെ കൊണ്ടു നടക്കുന്നത്. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആൾക്കാർ റിയൽ ആയിട്ട് അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് പറയാത്തത്? പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി. ഇപ്പൊ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവർ ഈ പാട്രിയാർക്കിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ എത്രയോ പുരുഷന്മാർ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ കുടുംബം നോക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഗൾഫിൽ പോകുന്നു, അവിടെ കഷ്ടപ്പെടുന്നു, ലോൺ അടയ്ക്കുന്നു, പെങ്ങളെ കെട്ടിച്ചു വിടുന്നു, സ്ത്രീധനം കൊടുക്കുന്നു. ഇതെല്ലാം ഈ പാട്രിയാർക്കിയുടെ ഒരു ഭാരം പേർന്ന പുരുഷന്മാരാണ്. അതിനുവേണ്ടി എന്താണ് ഇവർ സംസാരിക്കാത്തത്? ഈ പീഡകരായിട്ടുള്ള ആൾക്കാർ, ഈ സവാദിനെ പോലെ ആൾക്കാരെ മാലയിടാനും അതിനൊക്കെ മാത്രമായിട്ട് പുരുഷ കമ്മീഷൻ ഉയർത്തിക്കൊണ്ട് വരുന്നത് എവിടെയാണ്? അപ്പൊ അങ്ങനെയുള്ള പീഡകർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന യൂണിയനെ നമ്മൾ ചേർത്ത് നിൽക്കും ഫെമിനിസ്റ്റ്. സത്യം പറഞ്ഞാൽ ശ്രീലക്ഷ്മിയുടെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ഇതിനൊക്കെ പെരുമാറേണ്ടത്. ഇവളെ വീട് വളയണം. നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഇവൾ പറയുന്നത്? നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ, ദീപകിൻ്റെ കുടുംബത്തിന് 3 ലക്ഷത്തി ചില്ലാനം രൂപ പിരിച്ചിട്ട് കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആ കുടുംബത്തിന് ആരോരുമില്ലാത്ത സമയത്താണ് രാഹുൽ ഈശ്വർ 3 ലക്ഷം എന്ന് പറഞ്ഞ ചില്ലരക്കാരാണോ? ആ കുടുംബത്തിന് എന്തായാലും ഒരു 2-3 മാസമെങ്കിലും, ഒരു 3-4 മാസമെങ്കിലും ഒരു എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമല്ലോ. ഇനി ആരോരുമില്ല. നിങ്ങൾ നോക്കണം, പ്രായമായ ഒരമ്മ, പ്രായമായ അച്ഛന്, ഇവരൊക്കെ ഇനി പണിക്ക് പോയിട്ട് ജീവിക്കുന്നതാണോ? ആരോരുമില്ല. ആ ദീപക് എന്ന മനുഷ്യനായിരുന്നു അരി കൊണ്ടുപോകുന്ന ആള്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് ആ കുടുംബത്തിൽ ഇല്ലാതാവുമ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വറും കാര്യങ്ങളൊക്കെ സഹകരിക്കുമ്പോൾ ശ്രീലക്ഷ്മി എന്ന വൃത്തികെട്ടവൾ പറയുകയാണ്, അത് വേണ്ട, എന്തിനാണ്, അവൻ ചത്ത നന്നായി, അവന് ഇനിയും ചാവണം, അങ്ങനെ ഇങ്ങനെ. എന്താണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശമെന്നേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയെങ്കിലും ദീപകിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. മറ്റൊരു ട്രെൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് ഇപ്പം ഞങ്ങളിടുന്ന വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റ്, സിംജിത്ത വിഷയം നിർത്ത്. എന്താണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ? ഞാൻ സത്യം പറയുന്നത്, അതായത് സിംജിത്ത വിഷയം കോണ്ടന്റ് ചർച്ച ചെയ്യണ്ട എന്നാണ് പറയുന്നത്. എന്തിനാ ചർച്ച ചെയ്യണം? അവരുടെ മാനം മര്യാദ പോവണം. ഓക്കെ, ഒരു കാര്യം അങ്ങനെ കമൻ്റ് ഇടുന്നവരോട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ യൂട്യൂബർമാർ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ദീപകന് ഒരിക്കലും നീതി കിട്ടൂല. ഓക്കെ, ഈ വിഷയം ഇനി വരുന്ന 3 ദിവസം നിർണായകമാണ്. ഇന്ന് ജാമ്യം, അതായത് സിംജിത്തക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് കോടതി ഇന്നാണ് പരിഗണിക്കുന്നത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബർ ഇന്നും ഈ ഒരു വിഷയം കത്തിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഇപ്പോഴും ചർച്ചയാണ്. സിംജിത്തക്ക് ജാമ്യം കൊടുത്താൽ പ്രശ്നമാവും, വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രശ്നമാവും.
അങ്ങനെ വിചാരിച്ചിട്ട് ഒരു പക്ഷേ ജാമ്യം കൊടുക്കൂല. ഞങ്ങളെപ്പോലുള്ളവർ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാമ്യം കിട്ടും. അതുകൊണ്ട് സിംജിത്ത് ആ വിഷയത്തിൽ ആര് എന്ത് കോണ്ടന്റ് ഇടുന്നെങ്കിലും നിങ്ങൾ അവർക്ക് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണമെന്നേ ഞാൻ പറയുകയാണ്, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ സിംജിത്ത എന്ന വൃത്തികെട്ടവൾക്ക് തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കില്ല നമ്മൾ കാറിലിരുന്നായിരിക്കും. ഓക്കെ, നാളെ തൊട്ട് ഇനി വരുന്ന എല്ലാ കണ്ടന്റും കാറിലിരുന്ന് കൊണ്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. പിന്നെ അറിയില്ല, ദൈവമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും അവസാന വീഡിയോ ആണിത്. അതിനടുത്ത വീഡിയോയുമായി ഉടനെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടുണ്ടാകും. ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്, ബ്രോ ഒരു ലൈവ് വാ എന്നൊക്കെ. അപ്പോൾ ഒരു ലൈവൊക്കെ വരുന്നുണ്ട് ഇന്ന് രാത്രി, പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ അല്ല ഇനി വരുന്ന കാറിലിടുന്ന നമ്മുടെ സായാണ് സീക്രട്ട് ഏജൻറ്റിനെ പോലെയാണ് നാളെ തൊട്ട് വീഡിയോ ഇടുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.